ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവർക്കും? ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. ആ ചൂടിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. പിന്നെ മീൻകറിയും ചോറും കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം വന്നപ്പോഴത്തേനും നമ്മൾ മീൻകറിയും കൂടെ ആക്കുന്നുണ്ട്. പരവാന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാട്ടോ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല കറിയായിരുന്നു. കുറേ ദിവസം എത്തിയിട്ട് ചോറ് കഴിക്കുന്നത് കൊണ്ടാണോ, മീൻകറിയും ചോറും കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾ മീൻകറിയും ചോറുമാണ് കേട്ടോ കഴിച്ചത്. മക്കൾ ഇടിയപ്പം പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പരിപാടി നോക്കാനായിട്ട് പോയി. അപ്പം കുറച്ച് അവിടെ ഇരുന്ന് ഉമ്മിച്ച് കട്ട്ലേറ്റിന് ബാറ്റർ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഞാനത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾക്ക് ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റാണ് ആക്കിയത് കേട്ടോ. ഫ്രൈ ഐറ്റംസ് ഒന്നും വേണ്ട എന്ന് കരുതിയാലും മക്കൾ സമ്മതിക്കില്ല. മക്കൾക്ക് എന്തെങ്കിലും അതിനെ കട്ട്ലേറ്റ്, നോമ്പ് എന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റ് സമൂസ ഇതാണല്ലോ, ഇവിടെ മെയിൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവന്മാർ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ തലേദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഉമ്മിച്ച് വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കി, മുട്ട ഇങ്ങനെ മസാലയാക്കിയത്. അപ്പോൾ പുഴുങ്ങിയപ്പോഴത്തേന് മുട്ട എല്ലാം അതിൻ്റെ തോന്നിവാസത്തിന് അങ്ങ് പോയി. നല്ലതായിട്ട് 2-3 കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം ചെന്നം ഭിന്നമായിട്ടാണ് കിട്ടിയത്. പക്ഷേ എന്നാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഉമ്മ അതിനൊരു മസാല ആക്കിയതാണ്. പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ മുട്ട മൊത്തം മസാലയാക്കി എടുത്തു. നമ്മളൊരു കുറച്ച് നേരം റെസ്റ്റിന് വെക്കും കേട്ടോ. അപ്പോൾ ആ കുറച്ച് നേരം കൊണ്ട് ആ മുട്ടയിലേക്ക് ഇതിങ്ങനെ പിടിക്കും. അപ്പോൾ ഈ പൊളിഞ്ഞ് കിടക്കുന്ന മുട്ട ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് അത് വേണ്ട വേണ്ട വേണ്ട, പൊളിഞ്ഞ മുട്ട വേണ്ട, ഞങ്ങൾക്ക് ഒന്നായിട്ടുള്ള മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിയായിരുന്നു കേട്ടോ എല്ലാവരും. പക്ഷേ എന്താണെങ്കിലും ഇത് സംഭവം അടിപൊളിയായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കട്ട്ലേറ്റിനേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്നായിട്ടുള്ള മുട്ടയാകുമ്പോഴത്തേനും ആ ഒരു പുറമെ മാത്രമാണല്ലോ ഒന്ന് മൊരിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഇതിങ്ങനെ പൊളിഞ്ഞു പോയ മുട്ടയായത് കാരണം ഇത് ഇപ്പം പൊടിഞ്ഞു പോയിട്ട് ഇങ്ങനെ മസാല വെട്ടുമ്പോൾ തന്നെ പ്ലക്കേന്നും പറഞ്ഞു വെച്ചിട്ട് ഇന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ പൊടിഞ്ഞു പോയത് കാരണം മസാലയെല്ലാം ഉള്ളിൽ പിടിച്ചിട്ട് അത് നല്ല മൊരിഞ്ഞിങ്ങനെ വന്നപ്പം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഷേക്ക് അടിച്ച്, ഷേക്ക് ഐസ്ക്രീമൊക്കെ ഇട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് അടിപൊളി ഷേക്കായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഫ്താർ ആവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. അതുപോലെ എല്ലാ നോമ്പും പിടിക്കാൻ പറ്റട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.